ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. രാജ്യത്തെ കായിക പ്രേമികൾക്ക് ആവേശമായി 38ാമത് ദേശീയ ഗെയിംസ്. മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിന് കഴിഞ്ഞ മാസം 28-ന് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ തുടക്കമായി. ഈ മാസം 14 വരെ 11 വേദികളിലായാണ് മത്സരം. ആകെ 36 ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. 32 കായിക ഇനങ്ങളും 4 പ്രദർശന ഇനങ്ങളുമാണ് ദേശീയ ഗെയിംസിലുള്ളത്. കളരിപ്പയറ്റ്, യോഗ, മല്ലക്കാമ്പ്, റാഫ്റ്റിംഗ് എന്നിവയാണ് പ്രദർശന ഇനങ്ങൾ. 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും സർവീസസ് സ്പോർട്സ് കൺട്രോൾ ബോർഡിൽ നിന്നുമുള്ള 10,000-ഓളം കായിക താരങ്ങൾ വിവിധ ഇനങ്ങളിലായി മത്സരിക്കും. റായ്പൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലായിരുന്നു ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. സ്റ്റേഡിയത്തിന്റെ മധ്യത്തിലൊരുക്കിയ പിരമിഡ് സ്ക്രീനിൽ പുരാണവും ചരിത്രവും പൈതൃകവും എല്ലാം നിറഞ്ഞത് ആസ്വാദകർക്ക് ആവേശമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കായികമേള ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായ PT ഉഷ ചടങ്ങിൽ സന്നിഹിതയായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റും സംഘടിപ്പിച്ചു. ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായ മൌലി മാർച്ച് പാസ്റ്റിന്റെ മുന്നിൽ നടന്നു. കായിക മേഖലയിലെ പുരോഗതി രാജ്യത്തിന്റെ പുരോഗതിയാണ് കാണിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഖേലോ ഇന്ത്യ ഗെയിംസിലൂടെ രാജ്യം കായിക താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയാണെന്നും അത് രാജ്യത്തെ യുവാക്കളുടെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരളത്തെ പ്രതിനിധീകരിച്ച് 550 അംഗ സംഘമാണ് ദേശീയ കായികമേളയുടെ ഭാഗമാകുന്നത്. ഇതിൽ 437 പേർ കായിക താരങ്ങളാണ്. ബാസ്കറ്റ്ബോൾ താരം PS ജീനയാണ് കേരളത്തിനായി ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ദിനം മാർച്ച് പാസ്റ്റിൽ പതാകയേന്തിയത്. സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V സുനിൽകുമാർ. ഇപ്പൊ നമ്മുടെ നാഷണൽ ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്ലറ്റിക്സിലും കഴിഞ്ഞ വർഷത്തേനോട് അടുപ്പിച്ചുള്ള മികവ് നിലനിർത്താൻ കഴിഞ്ഞാൽ നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചു. കാര്യം അവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ട്രീം ക്ലൈമറ്റ് ഡിഫറൻ്റ് ആണ്. ഇവിടെ ചൂടും അവിടെ നല്ല തണുപ്പുമാണ്. എന്നിട്ട് പോലും നമ്മുടെ കായിക താരങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വരും ദിവസങ്ങളിൽ നിരവധി മെഡലുകൾ കിട്ടാനുള്ള സാഹചര്യം ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മേഖലയിൽ നിന്ന് ഇത്തവണ മെഡൽ ലഭിച്ചിട്ടുണ്ട്. ചില മേഖലകളിൽ ഞങ്ങൾ കുറവ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും തീരുമ്പോൾ നല്ലൊരു സന്തോഷകരമായ അവസ്ഥ തന്നെയായിരിക്കും കേരളത്തിലുണ്ടാവുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷം നമുക്ക് 19 ഗോൾഡ് മെഡൽ നേടിത്തന്നെയാണ് കളരിപ്പയറ്റ്. അതിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് നമ്മുടെ മെഡൽ പൊസിഷനിൽ, മൊത്തത്തിലുള്ള പൊസിഷനിൽ നമുക്ക് നമ്മൾ പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാവും. കോവിഡിന് ശേഷം കേരളത്തിലെ കായിക മേഖല ഒന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. സ്കൂളുകളിലെല്ലാം തന്നെ കുട്ടികൾക്ക് ഇതിനുള്ള താല്പര്യക്കുറവും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കാര്യമായ നടപടിയിൽ ഗവൺമെന്റിന്റെയും എല്ലാ സഹായത്തോടു കൂടി കൂട്ടായ പ്രവർത്തനം ഒരു 2-3 വർഷക്കാലം നടത്തിയാൽ നമുക്ക് ഈ കായിക മേഖലയെ വീണ്ടും കേരളത്തിന്റെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. കാര്യം നമ്മൾ കേരളം എപ്പോഴും 5-ന് അകത്തുള്ള സ്ഥാനങ്ങളാണ് ഇതുവരെ കരസ്ഥമാക്കിയിട്ടുള്ളത്. ആ 5-നകത്ത് നിൽക്കും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഇപ്പം ഇല്ല. കാരണം പ്രത്യേകിച്ചും കളരിപ്പയറ്റ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ. അപ്പോൾ കളരിപ്പയറ്റ് ഇല്ലാതെ തന്നെ നമുക്കൊരു 3-നകത്തുള്ള സ്ഥാനം കേരളം നിലനിർത്തേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. തീർച്ചയായിട്ടും നമുക്ക് കൂട്ടായി പ്രവർത്തിച്ചാൽ അതൊരു വലിയ കാര്യമാണെന്നൊന്നും തോന്നുന്നില്ല. കാര്യം നമ്മുടെ കായിക താരങ്ങളെല്ലാം തന്നെ ഏറ്റവും വലിയ ടീം പോകുന്നത് കേരളത്തിൽ നിന്നാണ്. 2-3 സ്റ്റേറ്റുകളാണ് പ്രധാനമായിട്ട് പോകുന്നത്. മഹാരാഷ്ട്ര ഇതിന് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള കായിക താരങ്ങളുള്ള കണ്ടിജന്റ് നമ്മുടേതാണ്. ഒന്നുകൂടെ പ്ലാൻ ചെയ്താൽ നല്ല നിലയിലേക്ക് അടുത്ത വർഷം നടക്കുന്ന നാഷണൽ ഗെയിംസിൽ നമുക്ക് മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ കഴിയും. പക്ഷെ അടിസ്ഥാനപരമായി കുറെ മാറ്റങ്ങൾ നമ്മുടെ കായിക മേഖലയിൽ വരുത്തേണ്ടതുണ്ട്. അത് വരുത്തിയില്ലെങ്കിൽ നമ്മുടെ പിന്നോട്ട് പോക്ക് തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്നലെ വൈകുന്നേരത്തെ കണക്കനുസരിച്ച് 9 സ്വർണവും 9 വെള്ളിയും 6 വെങ്കലവുമായി 24 മെഡലുകളാണ് കേരളം കരസ്ഥമാക്കിയത്. വുഷു, ഭാരോദ്വഹനം, വോളിബോൾ എന്നിവയിൽ ഓരോ സ്വർണവും, അക്വാട്ടിക്സിൽ 5 സ്വർണവും കേരളം നേടി.
അതേസമയം ഹാൻഡ്ബോൾ, സൈക്ലിംഗ്, വോളിബോൾ, അക്വാട്ടിക്സ് എന്നിവയിൽ ഓരോ വെള്ളിയും, ബാസ്കറ്റ്ബോളിൽ 3 മെഡലുകളും റോയിങ്ങിൽ 2 വെള്ളിയും കേരളം സ്വന്തമാക്കി. ഖോ-ഖോ, ഭാരോദ്വഹനം, റോയിങ് എന്നിവയിൽ ഓരോ വെങ്കല മെഡലുകളും, അക്വാട്ടിക്സിൽ 3 വെങ്കലവും കേരളം കരസ്ഥമാക്കി. വോളിബോൾ വനിതാ മത്സരത്തിൽ കേരളം സ്വർണം നേടി. കേരള വനിതാ വോളിബോൾ ടീമിന്റെ കോച്ചായ ശ്രീ സദാനന്ദൻ. ഈ നാഷണൽ ഗെയിംസിൽ കേരള വനിതാ ടീം പങ്കെടുത്തത് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ, അതായത് ജയ്പൂരിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ റെയിൽവേയോട് ഫൈനലിൽ തോറ്റ് 2ാം സ്ഥാനക്കാരായ രീതിയിലാണ് പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ടീമിന് കാര്യമായ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു. മുൻ വർഷങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷം നാഷണൽ ചാമ്പ്യന്മാരായിരുന്നു. പെട്ടെന്ന് ടീം 2ാം സ്ഥാനത്തേക്ക് പോയപ്പോൾ പ്ലേയേഴ്സിന് അവരുടെ ആത്മവിശ്വാസത്തിൽ ചെറിയൊരു കോട്ടം തട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനു പുറമെ നമുക്കിത് കോച്ചിങ് ക്യാമ്പിലൊക്കെയാണ് നമ്മൾ ടീമിന്റെ ഒരു മോറൽ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ക്യാമ്പ് 2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 3 സെഷൻ മാത്രമേ നമുക്ക് ക്യാമ്പ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. മാത്രമല്ല ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള യാത്രയും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വൈകിയ വേളയിൽ റിസർവേഷൻ ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് ജേർണി പ്ലാൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇത് കൂടാതെ രണ്ടാമതൊരു ബുദ്ധിമുട്ട് നമുക്ക് വന്നത് ഇതിന്റെ പൂൾ ഡിസ്ട്രിബ്യൂഷൻ, ടീമിന്റെ ഡിസ്ട്രിബ്യൂഷൻ പൂൾസിൽ ശ്രദ്ധിച്ചാൽ അറിയാം. ബി പൂളില് 3 സ്ട്രോങ് ടീമുകൾ വരെ ഉണ്ടായി. കഴിഞ്ഞ വർഷത്തെ നാഷണൽ ഗെയിംസിൽ 2ാം സ്ഥാനക്കാരായ ബംഗാൾ നമ്മുടെ പൂളിൽ വരെ ഉണ്ടായി. അതുപോലെ തന്നെ തമിഴ്നാടും ഈ വർഷം ഫൈനൽ കളിച്ച ടീമാണ്. 2ാം സ്ഥാനക്കാരായ തമിഴ്നാടും നമ്മുടെ പൂളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൂൾ മാച്ചസ് കടുത്തായിരുന്നു. ആദ്യത്തെ 2 മാച്ചസ് ബംഗാളായിട്ടുള്ള ആദ്യത്തെ മാച്ചും തമിഴ്നാടായിട്ടുള്ള 2ാമത്തെ മാച്ചും വളരെ ടഫായിരുന്നു. ബംഗാളിന് നമ്മൾ സ്ട്രേറ്റ് സെറ്റ് തോൽപ്പിച്ചെങ്കിലും വളരെ വിയർക്കേണ്ടി വന്നു ബംഗാളായിട്ട് വിജയം നേടാൻ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തമിഴ്നാടായിട്ട് പൂളിലും നമ്മൾ 5 സെറ്റ് കളിച്ചാണ് ജയിച്ചത്. ആ ഒരു ആത്മവിശ്വാസം ഫൈനലിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട്. പൂളിൽ നമ്മളെ ടഫാണെങ്കിലും നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റിയെന്നുള്ളൊരു മുൻതൂക്കമായിട്ട്, മാനസിക മുൻതൂക്കമായിട്ട് തന്നെയാണ് ഫൈനലിൽ നമ്മൾ മത്സരിച്ചത്. ഇതുകൂടാതെ ഈ ലോങ് പ്രിപ്പറേറ്ററി ക്യാമ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്ലേയേഴ്സ് എല്ലാം നാഷണൽ ചാമ്പ്യൻഷിപ്പിന് ശേഷം പലരും ഇഞ്ചേർഡ് ആയിരുന്നു. നമ്മുടെ സ്റ്റാർട്ടിംഗ് 6 കളിക്കുന്ന പല പ്ലേയേഴ്സ് ഇഞ്ചേർഡ് ആയിരുന്നു. അപ്പൊ അവിടെ നമുക്ക് ടീമിന്റെ കൂടെ ഫിസിയോതെറാപ്പിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പുറത്തുനിന്നൊരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഒരു സപ്പോർട്ട് എടുക്കേണ്ടി വന്നു. അപ്പൊ അതും ടീമിന് ഒരുപാട് ഗുണം ചെയ്തു. ചില പ്ലേയേഴ്സിന് ടഫായിട്ടുള്ള പൂൾ മാച്ചസ് കഴിഞ്ഞ് നോക്കൌട്ടിലോട്ട് കടന്നപ്പോൾ, അതായത് പൂളിലെ അവസാനത്തെ മാച്ചും സെമി ഫൈനൽ മാച്ചും നമുക്ക് ഈസി ആയിരുന്നു. അതുകൊണ്ട് ആ 2 മാച്ചസും പരിക്കുള്ള പ്ലേയേഴ്സിന് നമുക്ക് വിശ്രമം കൊടുക്കാനും അവരെ ഫൈനലിന് വേണ്ടി കാത്തുവെക്കാനും എനിക്ക് സാധിച്ചു എന്നുള്ള വലിയൊരു വിജയം തന്നെയാണ്. അത്രയും തന്ത്രപരമായിട്ട് അത് ചെയ്യാൻ പറ്റിയതിലാണ് നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം. ഫൈനലിനെ പറ്റി പറയുകയാണെങ്കിൽ ഫൈനലിൽ നമ്മൾ ആദ്യത്തെ സെറ്റ് എടുക്കുകയും 2-3 സെറ്റ് തമിഴ്നാടിന് വഴങ്ങേണ്ടി വന്നു. 3ാമത്തെ സെറ്റ് നേടുന്നതിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷെ അത് സമയത്ത് നമുക്ക് മനസ്സിലാവുകയും സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലേയേഴ്സിന് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്തത് കൊണ്ടാണ് നമുക്ക് 4ാമത്തെ സെറ്റ് അതിന്റെ അവസാന വേളയിലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാനും ആ സെറ്റ് കരസ്ഥമാക്കാനും പറ്റിയത്. ആ 4ാമത്തെ സെറ്റ് നമ്മൾ നല്ലൊരു മാർജിനിൽ വിൻ ചെയ്തതിന്റെ ഒരു മാനസിക മുൻതൂക്കം നമുക്ക് 5ാമത്തെ സെറ്റിലുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാടിന് അത്രയും നേരം നല്ലപോലെ ഫൈറ്റ് ചെയ്യുന്ന തമിഴ്നാടിനെ നമുക്ക് 5ാമത്തെ സെറ്റിൽ സുലഭമാക്കാൻ പറ്റിയത്. അവരുടെ സ്കോർ 9 ആണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ കോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ വളരെ വലിയ മാർജിനിലാണ് നമ്മൾ കോഡ് ചേഞ്ച് ചെയ്തത്. ആ ഒരു ലീഡ് നമുക്ക് നിലനിർത്താനും അവസാനം നല്ല ലീഡിൽ തന്നെ 5ാമത്തെ സെറ്റ് നമുക്ക് ഫിനിഷ് ചെയ്യാനും പറ്റി. വനിതകളുടെ 50, 100, 200 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക് നീന്തലിൽ ഒന്നാമതെത്തിയതോടെ ഹർഷിത ഇത്തവണത്തെ ദേശീയ ഗെയിംസിൽ 3 സ്വർണ്ണ മെഡലുകൾ സ്വന്തമാക്കി. വാട്ടർ പോളോയിൽ സ്വർണം നേടിയ സർവീസസ് ടീമിൽ ഉൾപ്പെട്ട 13 പേരിൽ 7 പേരും മലയാളികളാണെന്നതും കേരളത്തിന് അഭിമാനം നൽകുന്നു. വുഷുവിൽ മുഹമ്മദ് ജാസിലും 45 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ സ്വപ്ന ജാസ്മിനും സ്വർണം നേടി. നീന്തലിൽ സാജൻ പ്രകാശിലൂടെയും ഹർഷിത ജയറാമിലൂടെയും കേരളം 4 സ്വർണവും 1 വെള്ളിയും 2 വെങ്കലവുമടക്കം 7 മെഡലുകൾ സ്വന്തമാക്കി. ബാസ്കറ്റ്ബോൾ വനിതാ പുരുഷ വിഭാഗങ്ങളിൽ കേരളം വെള്ളി നേടി. വനിതാ വിഭാഗം വാട്ടർ പോളോയിലും കേരളം സ്വർണം നേടിയിരുന്നു. ബാസ്കറ്റ്ബോളിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കേരളത്തിന് വെള്ളിയുണ്ട്.
കഴിഞ്ഞ വർഷം ഗുജറാത്തിൽ വെച്ച് നടന്ന ദേശീയ ഗെയിംസിൽ 36 സ്വർണവും 27 വെങ്കലവും ഉൾപ്പെടെ ആകെ 87 മെഡലുകൾ സ്വന്തമാക്കി 5ാം സ്ഥാനത്തായിരുന്നു കേരളം. കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ തനതായ ആയോധന കലയായ കളരിപ്പയറ്റ് മത്സര ഇനമായിരുന്നുവെങ്കിലും ഇത്തവണ മത്സര ഇനങ്ങളിൽ നിന്നും മാറി പ്രദർശന മത്സരമായാണ് അരങ്ങേറിയത്. ഇത്തവണ കളരിപ്പയറ്റിൽ 11 സ്വർണം കേരളം നേടി. എന്നാൽ ഈ മെഡലുകൾ സംസ്ഥാനത്തിന്റെ മെഡൽ പട്ടികയിൽ ഉൾപ്പെടുത്തില്ല. മലബാർ സ്കൂൾ ഇന്റർനാഷണൽ റഫറി സ്പോർട്സ് കോർഡിനേറ്ററായ ശ്രീ അരുണാചലം TV. കേരളത്തിനു വേണ്ടി 3 സ്വർണം നേടിയ നീന്തൽ താരം ഹർഷിത ജയറാം, ഒപ്പം തന്നെ 1 സ്വർണവും അടക്കം 4 മെഡലുകൾ നേടിയ നീന്തൽ താരം അർജുന അവാർഡ് ജേതാവ് കൂടിയായ സാജൻ പ്രകാശ് എന്നിവരുടെ മെഡൽ നേട്ടം കേരളത്തിന് ഏറെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ ദേശീയ ഗെയിംസിൽ വോളിബോളിൽ പുരുഷ വിഭാഗത്തിൽ സിൽവർ മെഡലും വനിതാ വിഭാഗത്തിൽ ഗോൾഡ് മെഡലും നേടുവാൻ സാധിച്ചപ്പോൾ ബാസ്കറ്റ്ബോൾ 3x3 ഇനത്തിൽ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സിൽവർ മെഡലും ബീച്ച് വോളിബോൾ സിൽവർ മെഡലും ഹാൻഡ്ബോൾ സിൽവർ മെഡലും നേടുവാൻ സാധിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ്. വെയ്റ്റ് ലിഫ്റ്റിങ്ങിലും അതുപോലെ തന്നെ അത്രയധികം പ്രചാരത്തിലില്ലാത്ത കേരളത്തിൽ അത്രയധികം പ്രചാരത്തിലില്ലാത്ത വുഷുവിലും സ്വർണം നേടാൻ കഴിഞ്ഞത് കേരളത്തിൻ്റെ മികവ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. മത്സരിച്ച എല്ലാ ഇനത്തിലും 9 സ്വർണവും 1 വെള്ളി മെഡലുകളും നേടി 10 മെഡലുകൾ കരസ്ഥമാക്കിയ പകുതി മലയാളി കൂടിയായ കർണാടകയുടെ നീന്തൽ താരം നിതേന്തി ദിനേശ് കോയും 9 സ്വർണവും 1 വെള്ളി മെഡലും നേടി 10 മെഡലുകൾ സ്വന്തമാക്കിയ കർണാടകയുടെ ഹരിശ്രീ നടരാജൻ എന്നിവരാണ് ദേശീയ ഗെയിംസിലെ സുവർണ താരമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്. നിതേന്തി ദിനേശ് കോയും ശ്രീഹരി നടരാജനും കൂടി കർണാടകത്ത് നേടിക്കൊടുത്ത 18 സ്വർണ്ണ മെഡലുകളും 2 വെള്ളി മെഡലും 1 വെങ്കലവും കർണാടകത്തിന് ദേശീയ ഗെയിംസിൽ 1ാം സ്ഥാനത്ത് എത്തിക്കുവാൻ ഏറെ പ്രയോജനമായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പങ്കെടുക്കുന്ന എല്ലാ കായിക താരങ്ങളുടെയും എണ്ണത്തിനനുസരിച്ച് മരം നട്ടുപിടിപ്പിക്കുകയും മെഡൽ നേടുന്ന കായിക താരങ്ങളുടെ പേര് വെച്ച് മരം നട്ടുപിടിപ്പിച്ച് അതിനെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പ്രകൃതിയെ തന്നെ സംരക്ഷിക്കുന്ന ഒരു സന്ദേശം നമുക്ക് ഈ ദേശീയ ഗെയിംസിലൂടെ ഉത്തരാഖണ്ഡ് നൽകുന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷമുളവാക്കുന്നതാണ്. സർവീസസ് അടക്കം നിരവധി സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി മലയാളി കായിക താരങ്ങൾ ഈ ദേശീയ ഗെയിംസിന് വേണ്ടി മാറ്റുരക്കുന്നുണ്ട്. എങ്കിലും കോവിഡ് കാലത്തിനിപ്പുറം കേരളത്തിലെ കായികപരമായ പുരോഗതിക്ക് കർണാടക, ഹരിയാന, മണിപ്പൂർ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ നേടിയ പുരോഗതിക്ക് ഒപ്പം നിൽക്കുവാൻ നമുക്ക് സാധിക്കാതെ പോയത് മെഡൽ നിലയിൽ കുറവ് വരാൻ കാരണമായി എന്ന് നമുക്ക് കണക്കാക്കാം. നിലവിൽ കർണാടകയാണ് മെഡൽ പട്ടികയിൽ മുന്നിലുള്ളത്. 2ാം സ്ഥാനത്ത് സർവീസസ് ആണ്. സേനാംഗങ്ങളുടെ ടീമായ സർവീസസ് ആണ് ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായിട്ടുള്ളത്, 4 തവണ. നിലവിലെ ചാമ്പ്യന്മാരായ മഹാരാഷ്ട്ര 3 തവണ ജേതാക്കളായിട്ടുണ്ട്. 38ാമത് ദേശീയ ഗെയിംസിന് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ വേദിയാകുമ്പോൾ പ്രകൃതി സംരക്ഷണം എന്ന സന്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് ഈ കായികമേള. പങ്കെടുക്കുന്ന കായിക താരങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും മെഡൽ നേടിയ കായിക താരങ്ങളുടെ പേരിൽ വൃക്ഷങ്ങൾ സംരക്ഷിക്കാനുമുള്ള പ്രവർത്തനങ്ങളും ഈ ഗെയിംസിന്റെ ഭാഗമായി നടന്നുവരുന്നു. രാജ്യത്തെ കായിക താരങ്ങളുടെ പ്രതീക്ഷയായ ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിലെ കൊടും തണുപ്പിലും ചൂടേറിയ മത്സരങ്ങൾക്കാണ് വേദിയാകുന്നത്. വരും വർഷങ്ങളിൽ സംസ്ഥാനത്തെ കായിക താരങ്ങളുടെ മികച്ച പ്രകടനത്തിനായി സർക്കാരുകളും സ്പോർട്സ് കൌൺസിലുകളും വിവിധ അസോസിയേഷനുകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മികച്ച വിജയം നേടാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ദേശീയ ഗെയിംസിൽ കേരളം മെഡൽ പട്ടികയിൽ മുന്നിലെത്തുന്ന ആ സുദിനം വിദൂരമല്ലെന്ന് പ്രത്യാശിച്ചുകൊണ്ട് വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.